ശിവഗീത 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ പേര് വിരജാദീക്ഷാ നിരൂപണം എന്നാണ്. അതായത് വിരജാദീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ആദ്യം അതിൻ്റെ സംസ്കൃത മൂലമൊന്ന് നോക്കാം. അഗസ്ത്യ ഉവാച ന ഗ്രഹണാതി വചഃ ഭക്ത്യം കാമക്രോധാദിപീഡിത ഹിതം ന രോചതേ തസ്യ മുമുക്ഷോരിവ ഭേഷജം. ഇതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത് മരണം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മരണത്തിന് പ്രത്യൗഷധം ആരെങ്കിലും കൊടുത്താൽ അതയാൾ നിരസിക്കും. അയാൾക്ക് മരണമാണ് ആഗ്രഹം. ആ മരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അയാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ ഉപാധികളോ പറഞ്ഞു കൊടുത്താൽ അയാളത് സ്വീകരിക്കില്ല. ഏതാണ്ട് അതേപോലെയാണ് കാമക്രോധ ലോപമോഹാദികളിൽ പെട്ട് വലയുന്ന ഒരുത്തന് ആരെങ്കിലും ഹിതോപദേശം നൽകിയാൽ അയാളത് സ്വീകരിക്കില്ല. അപ്പോൾ കാമം, ക്രോധം, ലോപം, മോഹം, മദം, മാത്സര്യം ഈ ദുർഗുണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയുടെ മനസ്സ് ആര് പറഞ്ഞാലും എന്ത് ഹിതോപദേശം നൽകിയാലും അതൊന്നും സ്വീകരിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. അയാളുടെ കർണങ്ങൾ ബധിരങ്ങളായിരിക്കും. കാരണം എന്താ? അയാൾ കാമത്തിനടിമയാണ്. കാമത്തിനടിമപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ഹിതോപദേശം കേൾക്കാനുള്ള മനസ്സുണ്ടാകില്ല. അപ്പോൾ കാമം പോലെ ക്രോധവും ലോഭവും മോഹവും മദവും മാത്സര്യവും എല്ലാം തന്നെ പിടിപെട്ട ഒരാൾക്ക് പിന്നെ ആര് എന്തുപദേശിച്ചാലും അതൊന്നും അയാളുടെ ചെവിയിൽ ഏശുകയില്ല. ഏതാണ്ട് അതേപോലെയാണ് ഇപ്പോൾ രാമൻ്റെയും അവസ്ഥ. രാമൻ ദുഃഖത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏത് ഹിതോപദേശം കൊടുത്താലും സ്വീകരിക്കാൻ രാമൻ തയ്യാറാകാൻ സാധ്യത കുറവാണ്. എങ്കിലും ശ്രീരാമചന്ദ്രൻ സാത്വിക ഉടയവനായതുകൊണ്ടും ഈശ്വരാവതാരമായതുകൊണ്ടും ഇപ്പോൾ മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ അഗസ്ത്യമുനി ചിത്രീകരിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈശ്വരാവതാരമാണ്. പക്ഷേ അത് മറച്ചു വച്ചിട്ട് മനുഷ്യരൂപത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങളോടെയാണ് ഇവിടെ രാമചന്ദ്രൻ സീതാദുഃഖത്തിൽ വേദനിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവിടെ മനുഷ്യൻ്റെ നാടകമാടുകയാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ അതേ വികാരവിചാരങ്ങളാണ് ഇവിടെ ശ്രീരാമചന്ദ്രനും സ്വീകരിച്ചത്. അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ലീല, മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങൾക്കടിമപ്പെട്ട് സാധാരണ മനുഷ്യരെ പോലെ സീതാദുഃഖത്തിൽ വിലപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇങ്ങനെയുള്ള സാധാരണ രൂപം ധരിച്ച ശ്രീരാമനോടാണ് അഗസ്ത്യ മഹാമുനി മനുഷ്യർക്ക് വേണ്ടി ജീവജാലങ്ങളിൽ പ്രധാനപ്പെട്ട മനുഷ്യ കുലത്തിന് വേണ്ടി ഈ ഹിതോപദേശം നൽകുന്നത്. അപ്പോൾ നമ്മളെല്ലാം കാമക്രോധ ലോപാദികൾ അതിന് അടിമപ്പെട്ട് കഴിയുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഹിതോപദേശങ്ങൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അത് പറഞ്ഞാൽ അവരുടെ ചെവിയിൽ ഒട്ട് ഏശുകയുമില്ല. കാലാകാലങ്ങളായിട്ട് എത്രയോ ആത്മീയ ആചാര്യന്മാർ മഹത്തായ വചനങ്ങൾ പറയുന്നു. പക്ഷേ അത് മനുഷ്യരായ നമ്മൾ അത് അനുസരിക്കാനോ അത് സ്വീകരിക്കാനോ തയ്യാറാകാത്തതിന് കാരണം നമ്മിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ വികാരങ്ങൾ തള്ളി നിൽക്കുന്നത് കൊണ്ടാണ്.
ഈ വികാരങ്ങൾ അവസാനിക്കാതെ, ഈ ദുർഗുണങ്ങൾക്ക് അവസാനം കിട്ടാതെ ഒരിക്കലും ഹിതോപദേശം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടാകാൻ പ്രയാസമാണ്. അതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ഈ കാമാദി വികാരങ്ങൾ അവരെ സാത്വിക ഗുണത്തിൽ നിന്നും അതേപോലെ തന്നെ ആത്മീയ വിചാരങ്ങളിൽ നിന്നുമെല്ലാം തന്നെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി സാധാരണ മനുഷ്യൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുകയാണ് ഈശ്വരാവതാരമായ ശ്രീരാമചന്ദ്രൻ ഇവിടെ ചെയ്യുന്നത്. അഗസ്ത്യ മഹാമുനി പറയുകയാണ്, സാധാരണ മനുഷ്യരായ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാമനെ മാതൃകയാക്കിക്കൊണ്ട് ഈ ദുഃഖനിവൃത്തിക്കുള്ള വിരാജദീക്ഷാ നിരൂപണം നടത്തുന്നത് എന്ന് ഓർക്കുക. മധ്യേ സമുദ്രേരയ നിദാ സീതാ ദൈത്യൻ മായിന ആയസ്യതി നരശ്രേഷ്ഠ സ കഥം തവ സന്നിധിം. ഇവിടെ സീതാദേവിയെ ആ വഞ്ചകനായ രാക്ഷസൻ രാവണൻ സമുദ്രമധ്യത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ സീത അങ്ങയുടെ സവിധത്തിൽ എത്തിച്ചേരുക? ഒരു യാഥാർത്ഥ്യം കാമപീഡിതനായ ദുഃഖിതനായ ശ്രീരാമചന്ദ്രനെ അഗസ്ത്യ മഹാമുനി ഓർമ്മപ്പെടുത്തുകയാണ്. സീതാദേവിയെ വഞ്ചകനായ രാവണൻ അപഹരിച്ചുകൊണ്ട് സമുദ്ര തീരത്തിലെ ഒരു കാണാസ്ഥലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സീതയെ അങ്ങ് ഇവിടെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. സീതയെ ഇവിടെ കാണാൻ ഒരു സാധ്യതയുമില്ല എന്ന യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കുക. രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് ആ സമുദ്രമധ്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എങ്ങനെ സീതയെ കാണാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം രാമനെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ രാമൻ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നത് ഇവിടെയൊക്കെ ഈ ദണ്ഡകവനത്തിൽ മുഴുവനും അന്വേഷിച്ച് നടക്കുന്നത് സീതയാണ്. പക്ഷേ സീത യഥാർത്ഥത്തിൽ ഇപ്പോൾ എവിടെയാണ്? രാവണൻ്റെ തടവറയിലാണ്. രാവണൻ ലങ്കയിൽ സീതയെ മോഷ്ടിച്ചുകൊണ്ട് കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വഞ്ചകനായ രാവണൻ്റെ പ്രവൃത്തിയെ അങ്ങ് മനസ്സിലാക്കുക. എന്നിട്ട് ആ സീതയെ രക്ഷിക്കാനുള്ള ഉപാധിയാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഈ ദണ്ഡകവനത്തിൽ വന്ന് കരഞ്ഞ് ദുഃഖിച്ച് ഇവിടെയെല്ലാം സീതയെ അന്വേഷിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. രാവണൻ സീതയെ മോഷ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് ലങ്കയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം അല്ലയോ രാമ അങ്ങ് മനസ്സിലാക്കുക എന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. രാവണൻ എത്ര ശക്തനാണ് എന്ന് ശ്രീരാമചന്ദ്രനെ അഗസ്ത്യ മഹാമുനി ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ, ബദ്ധ്യന്തേ ദേവതാ സർവദ്വാരിമർക്കടയുഗവത് കിംച ചാമരധാരിണ്യോയസ്യ ശാന്തി സുരാംഗന. ആ സുരാംഗനയെ സീതാദേവിയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോയി സീതയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവണൻ ആരാണ്? രാവണനെ ദേവന്മാർ പാദങ്ങൾ സേവിക്കുന്നു. ദേവന്മാരെല്ലാം രാവണൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. മാത്രമല്ല ദേവതകൾ ചാമരം വീശി ആ ഭഗവാനെ, അല്ലയോ രാമ, രാവണൻ അതിശക്തനാണ്. അവൻ്റെ വാതുക്കൽ ദേവന്മാർ വിടുപണി ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. കൈകളിൽ ചാമരങ്ങളുമായി അവനെ ദേവാംഗനമാർ മത്സരിച്ച് വീശി സുഖിപ്പിക്കുന്നു. ആ സ്വർഗീയ കന്യകമാരെല്ലാം
അവൻ്റെ അടിമകളായി വർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശക്തനാണ് രാവണൻ എന്ന് പറയണം. രാവണനെ ദേവന്മാരും ദേവതകളും എല്ലാം തന്നെ അടിമകളെ പോലെ ശുശ്രൂഷിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ദേവന്മാരെ മുഴുവനും പരാജയപ്പെടുത്തിയ ആ രാവണൻ്റെ ശക്തി വിശേഷത്തെ അങ്ങ് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ശക്തനായ രാവണനാണ് സീതയെ അപഹരിച്ചിരിക്കുന്നത്. ആ സീതയുടെ മോചനം കിട്ടണമെങ്കിൽ വളരെയേറെ ശക്തി സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ദേവന്മാരെ പോലും തോൽപ്പിച്ചിട്ടുള്ള ആ രാവണനെ കീഴടക്കണമെങ്കിൽ അങ്ങ് അജയ്യമായ ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി രാമനെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ശ്ലോകം നോക്കൂ. ദുംഗേ ത്രിലോകിംഖിലാൽ യം ശംഭുവർദർപ്പിത നിഷ്കാന്തകം തസ്യ ജൈകഥം തവ ഭവിഷ്യതി. ശംഭുവിൻ്റെ വരങ്ങൾ നേടി അനുഗ്രഹിക്കപ്പെട്ടവനാണ് രാവണൻ. അതുകൊണ്ട് 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തി അവൻ സുഖമനുഭവിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവനെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് അഗസ്ത്യ മഹാമുനി രാമനെ ഓർമ്മിപ്പിക്കുന്നു. കാരണം രാമുവിന് ശംഭുവിൻ്റെ ശിവൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ശിവൻ്റെ വരം കിട്ടി ശക്തനായ രാവണനെ തോൽപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ ഉയർന്ന വരം ലഭിക്കുന്ന ഒരവസ്ഥയിൽ അല്ലയോ രാമ അങ്ങ് നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിവനിൽ നിന്ന് ഒരുപാട് ശക്തിയുള്ള വരങ്ങൾ അങ്ങ് നേടിയെടുത്താൽ മാത്രമേ രാവണനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. കാരണം രാവണൻ തന്നെ ശിവനിൽ നിന്ന് അനേകം വരങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 ലോകങ്ങളെയും ആ രാക്ഷസൻ കീഴ്പ്പെടുത്തി ഇപ്പോൾ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള രാവണനെ പരാജയപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ശിവനിൽ നിന്ന് അനേകം വരങ്ങൾ അങ്ങ് വീണ്ടും സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. രാവണനെ തോൽപ്പിക്കണമെങ്കിൽ രാവണനേക്കാൾ ശക്തനായ ഒരാൾക്കേ കഴിയൂ. ആ ശക്തി അങ്ങക്ക് ലഭിക്കണമെങ്കിൽ അങ്ങ് ശിവൻ്റെ അനുഗ്രഹം നേടി ശിവനിൽ നിന്ന് വർദ്ധിച്ച വരങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ രാവണൻ ഭയങ്കര ശക്തനാണ്. കാരണം ശിവൻ്റെ അനുഗ്രഹം ആ രാക്ഷസന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രാക്ഷസനെ തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാവണനേക്കാൾ വലിയ അനുഗ്രഹവിശേഷങ്ങൾ ശിവനിൽ നിന്ന് അങ്ങ് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി രാമചന്ദ്രനെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശിവൻ്റെ വരം നേടേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ രാവണനെ പരാജയപ്പെടുത്താൻ കഴിയൂ. ഇത് നമുക്ക് കൂടി അഗസ്ത്യ മഹാമുനി നൽകുന്ന ഒരു ഉപദേശമാണ്. അതായത് ഈ ജീവിതമാകുന്ന മഹായുദ്ധത്തിൽ നിറയെ രാവണന്മാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാവണന്മാരുടെ ക്രൂരമായ അമ്പുകളേറ്റ് നാം നശിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ദുഷ്ടശക്തികൾ അത്രയേറെ കരുത്ത് സമ്പാദിച്ചിരിക്കുന്നു. അവർ അങ്ങേറ്റത്തെ ശക്തി സമ്പാദിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ദുഷ്ടന്മാർ ശക്തന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ആ ശക്തിയുടെ അനുഗ്രഹം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനേക്കാൾ ശക്തി നേടിയാൽ മാത്രമേ നമുക്ക് ഈ രാമരാവണ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രാമൻ എപ്രകാരമാണോ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഗസ്ത്യൻ പറയുന്നത്, അതേപോലെ നമ്മളും ശിവപ്രീതിക്ക് വേണ്ടി ശിവാനുഗ്രഹത്തിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൻ്റെ മഹായുദ്ധഭൂമിയിൽ നമുക്ക് വിജയം നേടാൻ കഴിയൂ എന്നാണ് അഗസ്ത്യ മഹാമുനി നമ്മെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രാമന് കൊടുക്കുന്ന ഉപദേശം സത്യത്തിൽ നമുക്ക് നൽകുന്ന
ഉപദേശമാണ്. അഗസ്ത്യൻ നമ്മോട് പറയാണ്, അല്ലയോ മനുഷ്യ, നീ ശക്തി സമ്പാദിക്കൂ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം. വളരെയേറെ ശക്തി സമ്പാദിച്ചാൽ മാത്രമേ ഈ ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ നിനക്ക് കഴിയൂ. അതിന് ശിവശക്തികളുടെ പൂർണ്ണ അനുഗ്രഹം നിനക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ശക്തിയുടെ ദിവ്യ രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി ചെയ്യുന്നത്. അപ്പോൾ നാം പരിപൂർണ ശക്തിയുള്ളവരായിരിക്കണം. ശക്തി കിട്ടണമെങ്കിൽ ശിവശക്തികളുടെ അനുഗ്രഹം കൂടിയേ തരൂ. അവരെ പ്രീതിപ്പെടുത്തി അവരിൽ നിന്ന് അനുഗ്രഹവർഷം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ശിവഗീത നാം ശ്രവിക്കുന്നത്. ഓം ശിവായ നമഃ.